students, welcome to our new zoology class. സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? സിസ്റ്റമാറ്റിക്സ് അല്ലേ, എന്താണ് സിസ്റ്റമാറ്റിക്സ്, പിന്നെ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ചാപ്റ്ററിലെ ടാക്സോണമി എന്ന ടേമാണ്. എന്താണ് ടാക്സോണമി? ഓക്കെ, അപ്പോൾ ടാക്സോണമി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ടാക്സോണമി, ദ ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് ഡീൽസ് വിത്ത് ദ ഐഡൻറ്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ഈസ് കാരിഡ് ടാക്സോണമി. Modern taxonomic studies are based on external and internal structure, structure of cell, development process, ecological information. ഓക്കെ, അപ്പോൾ ടാക്സോണമി എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ ഓർഗാനിസത്തിൻ്റെ ജീവജാലങ്ങളുടെ എന്തൊക്കെയാണ്? ഐഡൻറ്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിറ്റർമൈനിങ് ദ സിമിലാരിറ്റി ഓഫ് ആൻ ഓർഗാനിസം വിത്ത് ആൻ ഓൾറെഡി നോൺ ഓർഗാനിസം. അതായത് നമുക്ക് ചില ഓർഗാനിസത്തെ കണ്ടാൽ അതിൻ്റെ സിമിലാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ വേറെ വല്ല ഗുണങ്ങൾ, അതൊക്കെ അവയുടെ ആ ഒരു സാമ്യത, അതൊക്കെ എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയ ജീവിയെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതാണ് എന്ത്? ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നോമൻക്ലേച്ചർ. നമുക്കറിയാം നോമൻക്ലേച്ചർ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് നെയിമിങ് ഓഫ് ആൻ ഓർഗാനിസം. ഓക്കെ, ഈ ഒരു നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന് എന്ത് കൊടുക്കുക? പേര് കൊടുക്കുക എന്നതാണ് എന്ത്? നോമൻക്ലേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാലോ? ദ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർഗാനിസംസ് ഓർ ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസം ഇൻ ടു ആൻ നോൺ ടാക്സം. അതായത് നമുക്കറിയുന്ന ചില ഓർഗാനിസത്തെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു ബേസിക് പ്രോസസ്സാണ് എന്ത്? ടാക്സോണമി. ഓക്കെ, ഇതൊരു ബയോളജിക്കൽ ബ്രാഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡേൺ ടാക്സോണമി അതിൻ്റെ ആ സ്റ്റഡീസൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ സ്ട്രക്ചർ, അതായത് ഓർഗാനിസത്തിൻ്റെ എക്സ്റ്റേണലും ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്ട്രക്ചർ, പുറമേയുള്ളതും ഉള്ളിലുള്ളതുമായിട്ടുള്ള സ്ട്രക്ചർ. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ മോഡേൺ ടാക്സോണമിക് സ്റ്റഡീസൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തത് സ്ട്രക്ചർ ഓഫ് സെൽ. ഇപ്പോൾ ഓരോ ഓർഗാനിസത്തിൻ്റെ സെല്ലിൻ്റെ ആ ഒരു പ്രത്യേകത അനുസരിച്ച് ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഡെവലപ്മെൻ്റൽ പ്രോസസ്സ്, അതായത് അവ എങ്ങനെയാണ് വളരുന്നു അല്ലെങ്കിൽ അവയുടെ ആ എവല്യൂഷണറി പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു മോഡേൺ ടാക്സോണമിക് സ്റ്റഡീസ് നടത്തുന്നുണ്ട്. ലാസ്റ്റ് വൺ എക്കോളജിക്കൽ ഇൻഫോർമേഷൻ. അതായത് ആ ഒരു എക്കോളജി എന്ന് പറഞ്ഞാൽ അവ നിലനിൽക്കുന്ന ആ ഒരു പ്രകൃതി അല്ലേ, അവ നിലനിൽക്കുന്ന ആ ഒരു പ്രകൃതിയുമായി ബന്ധപ്പെട്ട അവരുടെ ഹാബിറ്റാറ്റ്, അതായത് വാസസ്ഥലം, പിന്നെ അവർ ഏതൊക്കെ തരത്തിലുള്ള ഹാബിറ്റാറ്റാണ്? ഇപ്പോൾ നമുക്കറിയാം അക്വാട്ടിക്, ടെറസ്ട്രിയൽ, അങ്ങനെ പലതരം ഹാബിറ്റാറ്റ് ഉണ്ട് അല്ലേ. ഇങ്ങനെ ഓരോ ഹാബിറ്റാറ്റും അങ്ങനെ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എക്കോളജിക്കൽ ഇൻഫോർമേഷൻ അനുസരിച്ചും എന്ത് ചെയ്യുന്നുണ്ട്? ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ടാക്സോണമി എന്നുള്ളതും അത് ഏതിൻ്റെയൊക്കെ ബേസിലാണ് നടത്തുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് ഡീൽസ് വിത്ത് ദ ഐഡൻറ്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻ ഓർഗാനിസംസ് ഈസ് carried taxonomy. Modern taxonomy studies are based on external and internal structure of cell, developmental process and ecological information. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള ഈ ഒരു കേസിൽ ഒക്കെയാണ് എന്ത്? ടാക്സോണമി എന്ന സ്റ്റഡി നടത്തുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താണ് ടാക്സോണമി എന്നുള്ളതും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ.
നെക്സ്റ്റ് വൺ ഈസ് ടാക്സോണമിക് കാറ്റഗറീസ്. എന്താണ് ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ? അതായത് വർഗീകരണത്തിലെ വിവിധ തലങ്ങൾ. Taxonomic category is a definitive rank or level in the hierarchical system of biological classification. നമുക്കറിയാം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് അല്ലേ? ഈ ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെറാർക്കിയൽ സിസ്റ്റമാണ്. അതായത് ആ ഒരു ലെവൽ കൂടി വരുന്ന ഒരു തലമാണ്. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്? ഹെറാർക്കിയൽ സിസ്റ്റം. അതായത് ഒരു ലെവൽ ഇങ്ങനെ കൂടി വരുന്ന ആ ഒരു സിസ്റ്റത്തിന് പറയുന്നതാണ് എന്ത്? ഹെറാർക്കിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കാറ്റഗറി എന്ന് പറയുമ്പോൾ ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയുമ്പോൾ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള റാങ്ക് അല്ലെങ്കിൽ ലെവൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ഹെറാർക്കിയൽ സിസ്റ്റത്തിൽ ഒരു ഡെഫിനിറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ലെവൽ ഉണ്ടായിരിക്കും ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ. ഇതിനെയാണ് എന്ത് പറയുന്നത്? ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഒരു ടാക്സോണമിക് കാറ്റഗറീസിൽ 7 പ്രൈമറി കാറ്റഗറീസ് ഉണ്ട്. ദീസ് ആർ 7 പ്രൈമറി കാറ്റഗറീസ്. ദേ ആർ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം. ഓക്കെ, ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതായത് ഈ ഒരു വർഗീകരണത്തിലെ തലങ്ങളെ കുറിച്ച് ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ആ ഒരു കാറ്റഗറി ഏതാണ്? സ്പീഷീസ് ആണ്. ഓക്കെ, പിന്നെ ഏറ്റവും മുകളിലായിട്ട് നിൽക്കുന്ന ആ ഒരു ലെവലിൽ നിൽക്കുന്നതാണ് ഏത്? കിങ്ഡം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഓരോ കാറ്റഗറിയെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് ഇനി പഠിക്കാം. ഓക്കെ, ടാക്സോൺ ഈസ് എ കാറ്റഗറി ഓർ റാങ്ക് in the taxonomic hierarchy. It is the unit of classification. Okay, taxon എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസിഫിക്കേഷൻ്റെ ഓരോ യൂണിറ്റ് ആണ്, അതായത് ഓരോ ലെവൽസ് ആണ്. ഓക്കെ, ഇപ്പോൾ സ്പീഷീസ് ഒരു ടാക്സോൺ ആണ്, അതായത് ഓരോ കാറ്റഗറിയെ പറയുന്നതാണ് എന്ത്? ടാക്സോൺ. ഓക്കെ, ഇനി ഈ ഒരു ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ഓരോ കാറ്റഗറിയെ ഒരുമിച്ച് പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഒരു ടാക്സോണമിക് ഹൈറാർക്കിയിൽ ഓരോ യൂണിറ്റ് ഉണ്ട്. ആ ഓരോ യൂണിറ്റിനെയും പറയുന്ന ആ ഒരു ടേമാണ് എന്ത്? ടാക്സോൺ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ടാക്സോൺ? ഈച്ച് കാറ്റഗറി ഈസ് റെഫേർഡ് ടു ആസ് എ യൂണിറ്റ്. ദിസ് ഈസ് കോൾഡ് ടാക്സോൺ. ഓക്കെ, അപ്പോൾ ഹെറാർക്കിയൽ ലെവൽ എങ്ങനെയാണ്? ടാക്സോണമിക് ഹെറാർക്കി എങ്ങനെയാണ്? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ ആൻഡ് കിങ്ഡം. നിങ്ങൾ ഈ ഓർഡറിൽ തന്നെ പഠിച്ചിരിക്കണം. ഇത് എക്സാമിന് ഫ്ലോ ചാർട്ടായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഇനി ഈ ഓരോ ഓർഡറിലെയും ഓരോ യൂണിറ്റിനെയും പറയുന്ന ടേം എന്താണ്? ടാക്സോൺ. ഓക്കെ, അപ്പോൾ എന്താണ് ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി ടാക്സോണമിക് കാറ്റഗറീസ് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, അതായത് ടാക്സോണമിക് കാറ്റഗറീസ് ഷോവിങ് ഹെറാർക്കിയൽ അറേഞ്ച്മെൻറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ. ഓക്കെ, അതായത് ആ ഒരു ലെവല് കൂടി വരുന്ന ആ ഒരു രീതിയിലാണ് ഇവിടെ ടാക്സോണമിക് കാറ്റഗറീസ് ആ ഒരു പിക്ചറിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്നത് ഏതാണ്? ഏത് ടാക്സോണാണ്? സ്പീഷീസ്. ഓക്കെ, നമുക്കറിയാം പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ടാക്സോണമിക് കാറ്റഗറീസ് എടുത്താൽ ഏകദേശമൊക്കെ ഒരുപോലെയാണ്. പക്ഷേ അവിടെ ഡിവിഷനും ഫൈലവും എത്തുമ്പോൾ എങ്ങനെയാണ്? പ്ലാന്റ്സിൽ ഡിവിഷനായിട്ടാണ്, ആനിമൽസിൽ എങ്ങനെയാണ്? ഫൈലമായിട്ടാണ്. ഓക്കെ, അപ്പം ഏറ്റവും ലോവസ്റ്റ് ടാക്സോൺ എന്ന് പറയുന്നത് ഏതാണ്? ടാക്സോണമിക് കാറ്റഗറീസിൽ ഏറ്റവും ലോവസ്റ്റ് ടാക്സോൺ എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. ഓക്കെ, പിന്നെ സ്പീഷീസ് കഴിഞ്ഞിട്ട് ജീനസ്, ദെൻ ഫാമിലി, ഓർഡർ, ക്ലാസ്. പിന്നീട് അങ്ങോട്ട് എങ്ങനെയാണ്? പ്ലാന്റ്സിൽ ക്ലാസ് കഴിഞ്ഞാൽ ഡിവിഷനും, ആനിമൽസിൽ
ക്ലാസ് കഴിഞ്ഞാൽ ഫൈലുമാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? കിങ്ഡമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ടാക്സോണമിക് കാറ്റഗറീസ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, ടാക്സോണമിക് കാറ്റഗറീസ് എങ്ങനെയാണ്? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ ആൻഡ് കിങ്ഡം. അപ്പോൾ ഇതിൽ ഓരോ ടാക്സോണും എങ്ങനെയാണ് കൂടി വരുന്ന, അതായത് ഓരോ ടാക്സോണിലെ ആനിമൽസ് കൂടി വരുന്ന തലത്തിലാണ് ഇവ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ ഓരോ ടാക്സോൺ എന്താണ് എന്നുള്ളതും ആ ഓരോ ടാക്സോണിൻ്റെയും എക്സാമ്പിൾസ് ഏതൊക്കെയാണ് എക്സാമ്പിൾസ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. നെക്സ്റ്റ്, സ്പീഷീസ്. നമുക്കറിയാം സ്പീഷീസ് എന്നുള്ളത് ലോവസ്റ്റ് ടാക്സോൺ ആണ്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് വിത്ത് ഫണ്ടമെൻ്റൽ സിമിലാരിറ്റീസ്. അതായത് ഈ ഒരു സ്പീഷീസിൽ ഉൾപ്പെടുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. ഓക്കെ, അവർക്ക് എന്തുണ്ടാവും? ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സ്പീഷീസിൽ പെടുന്നത് ഒരു ഫണ്ടമെൻ്റൽ സിമിലാരിറ്റീസ് ഉള്ള ആ ഒരു ഓർഗാനിസമാണ് ഈ സ്പീഷീസിൽ പെടുക. ഓക്കെ, അതിന് എക്സാമ്പിളാണ് മാംഗിഫറ ഇൻഡിക്ക, അതൊരു സ്പീഷീസാണ്. ഓക്കെ, സൊലാനം ട്യൂബറോസം അത് വേറൊരു സ്പീഷീസ്. ആൻഡ് പാന്തീറോ ലിയോ അതായത് സിംഹം, അല്ലേ? ഇതൊക്കെ ഓരോരോ സ്പീഷീസാണ്. അതായത് മാംഗിഫറ ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ മാംഗോ, സൊലാനം ട്യൂബറോസം എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോ, പാന്തീറ ലിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലയനാണ്. ഓക്കെ, അപ്പോൾ ഇത് വ്യത്യസ്ത തരത്തിലുള്ള ആ ഒരു സ്പീഷീസ്, അല്ലേ? ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓർഗാനിസമാണ് ഈ സ്പീഷീസിൽ പെടുക. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം, ഉദാഹരണത്തിന് മാംഗോ ഒരു സ്പീഷീസ്, തെങ്ങ് ഒരു സ്പീഷീസ്, അതുപോലെ തന്നെ പൂച്ച ഒരു സ്പീഷീസിൽ, സിംഹം വേറൊരു സ്പീഷീസ്. അങ്ങനെ ആ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓർഗാനിസം ഉൾപ്പെടുന്ന ആ കാറ്റഗറി, ആ ഗ്രൂപ്പാണ് ഏത്? സ്പീഷീസ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളും പഠിച്ചു, അല്ലേ? ഇനി ഈ ജീനസ് മേ ഹാവ് എ വൺ ഓർ മോർ ദാൻ സ്പെസിഫിക് എപ്പിത്തറ്റ്സ് റെപ്രസെൻറ്റിംഗ് ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ബട്ട് ഹാവിങ് മോർഫോളജിക്കൽ സിമിലാരിറ്റീസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഒരു സ്പീഷീസിൽ നമുക്കറിയാം ഒരു നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ രണ്ട് പേരുകളുണ്ട്, അല്ലേ? ജീനസ് നെയിമും സ്പീഷീസ് നെയിമും. ഓക്കെ, ആ ഒരു ജീനസ് നെയിം എന്നുള്ളത് ഫസ്റ്റും സ്പീഷീസ് സെക്കൻഡുമാണ്. അപ്പോൾ ഇതിൽ ജീനസ് നെയിം എന്ത് ചെയ്യും? ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എപ്പിത്തറ്റ്, ഒരു സ്പെസിഫിക് എപ്പിത്തറ്റ്സ്, അതായത് ജീനസ് സ്പീഷീസിൻ്റെ അടുത്തൊരു പേരാണ് എന്ത്? എപ്പിത്തറ്റ്സ്. ഓക്കെ, സ്പീഷീസിൻ്റെ വേറൊരു പേരാണ് എപ്പിത്തറ്റ്സ്. അപ്പോൾ ഈ ചില ജീനസിന് ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സ്പെസിഫിക് എപ്പിത്തറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് സ്പീഷീസ് നെയിം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ജീനസിനും സ്പെസിഫിക് ആയിട്ടൊരു എപ്പിത്തറ്റ്സ് അല്ലെങ്കിൽ സ്പീഷീസ് നെയിം ഉണ്ടായിരിക്കും. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഓർഗാനിസത്തിൽ ചിലപ്പോൾ എങ്ങനെ ആയിരിക്കും? ഒരേ ജീനസും പിന്നെ ആ ഒരു സ്പീഷീസ് നെയിമും വ്യത്യസ്തമായിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം സൊലാനം ഇൻക്ലൂഡ് സ്പീഷീസ് ലൈക്ക് നിഗ്രം ആൻഡ് മെലാനോജീന. ഓക്കെ, സൊലാനം നിഗ്രം എന്നൊരു സ്പീഷീസുമുണ്ട്, അതുപോലെ തന്നെ സൊലാനം മെലാനോഗിന ഇങ്ങനെയൊരു സ്പീഷീസുമുണ്ട്. ഓക്കെ, അതിൽ ആ ഒരു ജീനസ് നെയിം സൊലാനം എന്നുള്ള ജീനസ് നെയിമാണ്, അത് സെയിം ആണ്, അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ സ്പീഷീസ് നെയിം എങ്ങനെയാണ്? നിഗ്രവും പിന്നെ മെലാനോജിന, അതെന്താണ്? വ്യത്യസ്ത സ്പീഷീസ് നെയിമുമാണ്. അപ്പോൾ ഇതാണ് എന്ത്? സ്പീഷീസ് എന്ന ടാക്സോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേറെ കുറേ ടാക്സോൺസ് ഉണ്ട്, അല്ലേ? ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ആൻഡ് കിങ്ഡം. ഇവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടാക്സോണിൻ്റെ വിവരങ്ങളുമായിട്ട് വരാം.